നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ചടയമംഗലത്തുള്ള ജടായു പാറയുടെ എൻട്രൻസിലാണ്. ജടായു പാറ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് രാമായണം അനുസ്മരിക്കാനാവും. ഒരുപാട് കാണാനും മനസ്സിലാക്കാനും ആസ്വദിക്കാനുമൊക്കെയുള്ള ഒരു നല്ല പ്രദേശമാണ് ഇവിടെ ജടായു പാറയിലുള്ളത്. അകത്തേക്ക് നമുക്ക് കടന്ന് വിശേഷങ്ങളൊക്കെ അറിയാം. ദിവസം പ്രതി ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ വിസിറ്റ് ചെയ്ത് പോകുന്നത്. ഇൻ്റർനാഷണൽ ലെവലിലുള്ള എർത്ത് സെൻ്ററാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ജടായു പാറ എന്ന എർത്ത് സെൻ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 30 രൂപയാണ് ഇവിടെ ടിക്കറ്റ്. ഇതാണ് ജടായു പാറ എർത്ത് സെൻ്ററിൻ്റെ എൻട്രൻസ്. മുന്നോട്ട് നീങ്ങിയാൽ ലെഫ്റ്റ് സൈഡിലാണ് പാർക്കിംഗ് ഉള്ളത്. വളരെ വിശാലമായ പാർക്കിംഗ് ആണ്. എപ്പോഴും തന്നെ നല്ല തിരക്കാണ്. ടിക്കറ്റ് എടുക്കേണ്ടത് എവിടെയാണ്? 266 രൂപയാണ്. കേബിൾ കാർ വഴിയാണ് പോകുന്നത്. കേബിൾ കാറിന് പ്രത്യേക പ്രവേശനമുണ്ട്. ഇതുവഴിയാണ് എൻട്രി. കേബിൾ കാറിൽ കയറുന്നതിന് മുമ്പ് സെക്യൂരിറ്റി ചെക്കുണ്ട്. ഇവിടെയാണ് സുരക്ഷാ പരിശോധന. ഇവിടെ നിന്നും സുരക്ഷാ പരിശോധനയും ടിക്കറ്റിൻ്റെ പരിശോധനയാണ് നടക്കുന്നത്. സ്റ്റാച്യു കാണാനായിട്ട് കേബിൾ കാറിലാണ് നമ്മൾ പോകുന്നത്. കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടത് എവിടെയാണ്? 289. വെയിറ്റിംഗ് റൂമിൽ ഒരുപാട് ആളുകൾ ഇരിപ്പുണ്ട്. ഒഴിവു ദിവസം അല്ലാതിരുന്നിട്ട് കൂടി ഇത്രയേറെ ജനങ്ങളാണ് ഇവിടെ വന്നു പോകുന്നത് എന്നെനിക്ക് മനസ്സിലായി. ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏതോ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇരിക്കുന്ന പ്രതീതിയാണ്. ഒരുപാട് ഷോപ്പുകളും സ്നാക്സ് ബാറുകളും ഒക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായി വെടിപ്പോടു കൂടിയുമാണ് എല്ലാം സൂക്ഷിച്ചിട്ടുള്ളത്. കുറച്ച് മിനിറ്റുകൾ ഇവിടെ വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് പോകാനുള്ള കേബിൾ കാറുകൾ എത്തിത്തുടങ്ങി. 4 കേബിൾ കാറുകളുള്ള ഒരു സെറ്റാണ് ഒരു പ്രാവശ്യം പോകുന്നത്. അതുപോലെയുള്ള 6 സെറ്റുകൾ വന്നും പോയും ഇരിക്കുന്നു. മുകളിലോട്ട് പോകാനായിട്ട് ഇവിടെ നിന്നും ഇത് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ മൂവ്മെൻറ്റിൽ തന്നെ കയറണം. ഇതുപോലെ നമ്മൾ കയറിയിരിക്കുകയാണ്. മുകളിലോട്ട് കുത്തനെയുള്ള കയറ്റമാണ്. ആ കയറ്റത്തിൽ നല്ല ഭംഗിയാണ് കാണാൻ. താഴ്വാരം കാണാനാണെങ്കിൽ വളരെ മനോഹരമാണ് കേട്ടോ. രാവിലത്തെ സമയമായതുകൊണ്ട് തന്നെ മഞ്ഞ് പ്രത്യക്ഷമായി തന്നെ നമുക്ക് കാണാം. അങ്ങ് ദൂരെ ഗ്രാമങ്ങൾ ഒക്കെ കാണാം. ഒരു മലയുടെ മുകളിലാണ് ജടായുപ്പാറ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മലയുടെ മുകളിൽ ചെന്നാൽ ഗ്രാമത്തിലെ ദൃശ്യങ്ങളും ഒക്കെ കാണാനായിട്ട് സാധിക്കും. വെറും 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ മുകളിലെത്തും എന്നുള്ളതാണ് പ്രത്യേകത. ഇതാ മറ്റൊരു കേബിൾ കാർ താഴേക്ക് വരികയാണ്. കാഴ്ചകളെല്ലാം കണ്ട് അവർ മടങ്ങുകയാണ്. നമ്മളോ മുകളിലേക്ക് എത്താറായിരിക്കുന്നു. ഇപ്പോൾ തന്നെ മുകളിലെത്തും. ഇതാ നമ്മൾ എത്തിക്കഴിഞ്ഞു. എത്ര പെട്ടെന്നാണ് എത്തിയത്. ഇങ്ങനെ ഓരോരുത്തരായി മൂവ്മെന്റിൽ തന്നെ താഴേക്ക് ഇറങ്ങുകയാണ്. ഇതാ ഇറങ്ങുമ്പോൾ തന്നെ നമ്മളുടെ മുന്നിൽ കാണാം വലിയൊരു ശില്പം. ജടായു, അതെ ജടായു. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം. ഇവിടെയാണ് ജടായു വന്ന് വീണത്. രാമായണത്തിലെ ഇതിഹാസ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. ജടായു എന്ന് പറയുന്ന രാമായണത്തിലെ പക്ഷി ശ്രേഷ്ഠനെക്കുറിച്ച് നമുക്കറിയാം. ഭാരതീയ ഇതിഹാസമായ രാമായണത്തിലെ ശ്രീരാമചന്ദ്രൻ്റെ ധർമ്മപത്നി സീതയെ ലങ്കാധിപനായ രാവണൻ അപഹരിച്ച് പുഷ്പക വിമാനത്തിൽ ആകാശമാർഗം ലങ്കയിലേക്ക് പറന്നു. സീത തന്നെ രക്ഷിക്കാനായി രാമലക്ഷ്മണന്മാരെ വിളിച്ചു കരഞ്ഞു. ആ രോദനം കേട്ട് ആപത്ത് മനസ്സിലാക്കിയ ജടായു രാവണനെ ആകാശത്ത് വച്ച് തടയുകയാണുണ്ടായത്. തൻ്റെ കൊക്കും നഖവും കൊണ്ട് രാവണനുമായി യുദ്ധം ചെയ്തു. ശക്തനായ ജടായുവിനോട് പൊരുതി നിൽക്കാൻ രാവണന് കഴിഞ്ഞില്ല. ഒടുവിൽ തൻ്റെ ചന്ദ്രഹാസം എന്ന അത്ഭുത വാളുകൊണ്ട് രാവണൻ ജടായുവിൻ്റെ ഒരു ചിറക് അരിഞ്ഞു. ചിറകറ്റ ജടായു താഴേക്ക് വന്നു വീണത് ഈ പാറമുകളിൽ ആയിരുന്നു എന്നാണ് ഐതിഹ്യം. ശ്രീരാമചന്ദ്രനെ വിവരം ധരിപ്പിക്കുന്നതുവരെ ജീവിച്ചിരിക്കുമെന്നൊരു വരം കൂടി സീത ജടായുവിന് നൽകിയിരുന്നു. മൃതപ്രായനായ ജടായുവിന് ഈ പാറ ദാഹജലം നൽകി. സീതയെ തേടി അലഞ്ഞ രാമലക്ഷ്മണന്മാർ
ഒടുവിൽ ഇവിടെ എത്തി. ജഡായുവിൽ നിന്ന് സീതാപഹരണത്തെക്കുറിച്ചുള്ള വിവരം അറിഞ്ഞു. ഒരു പക്ഷി ആയിരുന്നിട്ട് കൂടി സ്ത്രീ സംരക്ഷണം തൻ്റെ ധർമ്മമായി ഏറ്റെടുത്ത ത്യാഗിയും ധീരനുമായ ജഡായുവിന് ശ്രീരാമചന്ദ്രൻ മോക്ഷം നൽകി. ജഡായു അന്ന് ദാഹം തീർത്ത ചെറിയ കുളം പിന്നീട് ഒരിക്കലും വറ്റിയിട്ടില്ല. ശ്രീരാമചന്ദ്രൻ്റെ പാദമുദ്രയും വറ്റാത്ത കുളവും ഇവിടെയുള്ള ക്ഷേത്രാങ്കണത്തിൽ ഇപ്പോഴും സംരക്ഷിച്ചിട്ടുണ്ട്. പാറയുടെ സമീപത്ത് തന്നെ വളരെ മനോഹരമായ ഒരു ക്ഷേത്ര സമുച്ചയമാണ് പണിതുയർത്തിയിരിക്കുന്നത്. ഈ അമ്പലത്തിൻ്റെ സമീപത്ത് തന്നെയാണ് ശ്രീരാമപാദം പതിഞ്ഞ പാറയുള്ളത്. ഇവിടെ ശ്രീരാമപാദം പതിഞ്ഞതായാണ് ഐതിഹ്യം. 17/8/2019 ശനിയാഴ്ച ചിങ്ങം 1 തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് തമ്പുരാട്ടി ഈ ശ്രീരാമപാദത്തിൽ കെടാവിളക്ക് തെളിയിച്ചു. ശ്രീരാമൻ്റെ പാദം പതിച്ച പാറയാണിത്. അത് നല്ല ഭംഗിയായിട്ട് ഗ്ലാസ് ഇട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെ ഗ്രാമങ്ങളെല്ലാം നമുക്ക് കാണാം. നമുക്ക് പോകാം ആ ജഡായു പാറയിലേക്ക്. വരൂ, മലമുകളിൽ വന്ന് നമുക്ക് രാപ്പാർക്കാം. അതികാലത്തെഴുന്നേറ്റ് സൂര്യാംശവിൽ സ്നാനം ചെയ്യാം. പ്രദേശം മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. അത്രയ്ക്ക് ഹൈറ്റിലാണ് ഈ ഒരു ജഡായു പാറ ഉള്ളത്. ഈ ആകാശമട്ടുപ്പാവിൽ നമുക്ക് ഭാരരഹിതരാവാം. മനസ്സും ശരീരവും മഞ്ഞുപോലെ ആർദ്രമാക്കാം. ശ്രീരാമക്ഷേത്രത്തെ അനുസ്മരിപ്പിക്കും വിധം ഹനുമാൻ്റെ സേന കുരങ്ങുകൾ ഒരുപാട് ഇവിടെയുണ്ട്. ഇവിടെ ഒരു കഫറ്റേറിയ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരുപാട് വിദേശികളും സ്വദേശികളുമൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. ഹലോ സർ, യുവർ ഗുഡ് നെയിം പ്ലീസ്? MB Rao. And you are from? Hyderabad. How you feel? Telangana. Okay, Telangana. Very nice. How you feel Jadai Rock and surrounding? It's beautiful construction. Amazing, like astonished. Our rich culture, people should know about our history, our culture and all. We were amazed to see this culture, and a lot of efforts is being put on this. I think museum is going to open. Okay, and still more people used to visit, and it should be propaganda like you people in social media and all. You should take it should go worldwide, so that people should come here and see more and more people come and see visit these places. Children should come and Children should come. Okay. Because our sculptures are gods. Yeah, Okay, yeah. The history legend. of Ramayana. Yeah. How it's been said. The motto is very good over there. It says, what is the motto there? It's been women protection. Something has been written there. Yeah, yeah. So Garuda, the Jataya, was always protecting Sita. But in that struggle, he lost his life. But still, he's a warrior now. കേബിൾ കാറിലൂടെയുള്ള യാത്ര വളരെ ആനന്ദകരമാണ്. പ്രകൃതി ദൃശ്യങ്ങളും കണ്ട് കേബിൾ കാറിൽ നമ്മളിരിക്കുമ്പോൾ ഈ മനോഹാരിതയെല്ലാം കണ്ട് ഇവിടെ തന്നെ താമസിച്ചാലോ കുറച്ച് ദിവസം എന്നൊരു തോന്നലാണ് എനിക്കുണ്ടായത്. മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് കേബിൾ കാറിൽ കയറി തിരികെ ഗ്രൗണ്ട് സ്റ്റേഷനിലെത്തി. ഇവിടെ ഗ്രൗണ്ട് സ്റ്റേഷനിൽ ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ട്. 12D റൈഡർ എക്സ്പീരിയൻസ് ഇവിടെ നമുക്ക് ചെയ്യാവുന്നതാണ്. വളരെ മനോഹരമായ ഒരു ഗെയിം എക്സ്പീരിയൻസ് ആണിത്. കൂടാതെ ഫോട്ടോ എടുക്കുന്നതിനായിട്ടുള്ള സെൽഫി പോയിന്റുകളും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതും ഒരു ഗെയിം സോണാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ പങ്കെടുക്കാവുന്നതാണ്. ഈറ്ററീസ് ഒക്കെ ഒരുപാടുണ്ട് ഇവിടെ. ഇവിടെ ഒരു ഫുഡ് കോർട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. നല്ല ഒരു ഫുഡ് കോർട്ടാണ്. ഗ്രീൻ ലൈഫ്, പ്യുവർ വെജിറ്റേറിയനാണ്. ജഡായു പാറയോട് വിട പറയാൻ സമയമായിരിക്കുകയാണ്. പുതിയ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.